ഹലോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ മാവേലി സ്റ്റോറിൽ പോക്കാണ്. അനുശ്രീയും കൂടി ഉണ്ട് കേട്ടോ. സെറ്റ്. അപ്പോൾ ബാക്കി കാണാം. നമ്മൾ അനുശ്രീൻ്റെ ശകടത്തിലാണ് ഇന്ന് പോകുന്നത്. ഓക്കെ കണ്ട. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇടുന്ന ഇഷ്ടമാണ്? എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാനു? എനിക്കൊട്ടും ഇഷ്ടമില്ല. കണ്ടാ കണ്ടെൻ്റെ മുഖം നോക്കറ. ഇപ്പോൾ എന്തെന്നായില്ലേ. പക്ഷേങ്കിൽ നമ്മളെ ആരോഗ്യത്തിന് നമ്മൾ ഹെൽമെറ്റ് ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റ് ഇട്ടിട്ട് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ എൻ്റെ മുഖം ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ ഹെൽമെറ്റിനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവസ്ഥയായി ഇപ്പം. അതാ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് നല്ല മഴക്കാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാവേലി സ്റ്റോറിൽ എത്തിയപ്പം അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ട് അവിടെ അലൗഡ് അല്ലേനു. പിന്നെ ഞാനും എന്തോ പറയുന്നുണ്ട് കേട്ടോ അതിനിടക്ക്. നമ്മൾ സാധനമെല്ലാം വാങ്ങുമ്പോഴത്തേക്ക് നല്ല മഴയടാ. വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇല്ലെങ്കിൽ നല്ല മഴയുണ്ട്. കണ്ട അനുശ്രീയുടെ നോക്കി നിൽക്കുന്നു. അങ്ങനെ നമ്മളതിൻ്റെ സൈഡിൽ നിന്നിട്ട് നമ്മൾ ലൈവിലെല്ലാം കയറിയിട്ട് അതിനിടക്ക് അതൊന്നും നടക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത്. എൻ്റെ ഒരു കയ്യിലാണ് ഫോണുള്ളത്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ അതാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ ആരോ വീഡിയോ എടുത്തിരുന്ന പോലെ ഞാൻ എന്തെല്ലോ കിടന്ന് പറയുന്നുണ്ട് കാര്യമായി. അത് കഴിഞ്ഞ് മീനെല്ലാം വാങ്ങി നമ്മൾ തിരിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ മീനുണ്ട്, ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ട്. പിന്നെ ടിക്കിയിൽ ബാക്കി സാധനമെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇവിടെ തന്നെ തിരിച്ച് വീട്ടിൻ്റെ അടുത്താക്കിയിട്ട് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഓക്കെ ബൈ. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് പോവാണ്. സാധനം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കുണ്ട് അമ്മയുണ്ട് ശ്രീണ്ടാരം പോയി വന്നിട്ട് താക്കോൽ എൻ്റെ ഐശാൻ്റെ പുറത്ത് കുത്തിയിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഒരു ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പം ഡ്രസ്സ് മാറിയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സെല്ലാം മാറി നമ്മൾ മത്തിയായിട്ടുള്ള യുദ്ധം തുടങ്ങലാണ്. ആ മത്തിയെ ഞാൻ ഈ കാണിച്ചിരുന്നു. കാണുന്നില്ലേ നിങ്ങൾ? അതാ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ഞാൻ നോക്കിയത് കേട്ടോ. എന്നിട്ടെന്നാ മത്തി കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുന്നത്. തന്നെ ഈ ഇത്ര സ്പീഡിലൊന്നുമല്ല ഞാൻ മുറിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സ്പീഡാക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കിട്ടിയതാട്ടോ. അപ്പം നമ്മൾ മീനെല്ലാം വൃത്തിയാക്കിയ സ്ഥിതിക്ക് ഇനി ഇതിപ്പോൾ അമ്മ കറി വെക്കുമോ പൊരിക്കുമോ എന്നൊന്ന് ചെയ്തോട്ടല്ലേ. എടാ, നമുക്ക് മത്തീൻ്റെ കുട്ടീനൊക്കെ കിട്ടിയിട്ടില്ല. മത്തിമുട്ട എന്നല്ലേ നമ്മളിടാൻ, മത്തിമുട്ട എണ്ണറ് എന്നെല്ലാം പറയും കേട്ടോ. നിങ്ങളെന്താ പറയുക? അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.